ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അതിന് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, റീഡിങ്ങിലേക്ക് പോകാം. സിക്സ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, വേൾഡ് റിവേഴ്സിലുണ്ട്. ഹൈ പ്രീസ്റ്റ്, ഹെയറഫൻറ്റ്, സ്റ്റാർ, കുറേ കാർഡ് ഒരുമിച്ച്. ഫൈവ് ഓഫ് സോഡ്, ഫോൾ, പെൻറ്റക്കിൾസ്, പെൻറ്റക്കിൾസ്, നയൻ ഓഫ് കപ്സ്. ഓക്കെ, ഓട്ടം കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. നയൻ ഓഫ് സോഡ്സ്. ഓക്കെ ഡിയേഴ്സ്, ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരുടെ എനർജിയാണ്. ഓക്കെ, നിങ്ങളതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിർത്തി പോരാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു അർപ്പണ മനോഭാവത്തോടെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഉള്ളൊരു പരിഗണനയോ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ ദുഃഖം, അതിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നു, ഫിയർ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ഒരുപാട് ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയവരുടെ എനർജിയാണ് കാണുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയതുകൊണ്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ആയി എന്നാണ്. അപ്പോൾ ആ ബാലൻസിങ് ആണ് ശരിക്കും വേണ്ടത്. നമ്മൾ ഒരു ഇമോഷൻസിനും അഡിക്റ്റ് ആകാൻ പാടില്ല. ഇമോഷണലി നമ്മൾ അഡിക്റ്റ് ആകുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട അബണ്ടൻസ് എല്ലാം ഇല്ലാതാവും. അതാണ്. അപ്പോൾ അത് മണി അബണ്ടൻസ് ആവാം, ലൈഫിൽ നമുക്ക് കിട്ടേണ്ട പോകേണ്ട പല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ അവനവനെ തന്നെ തിരിച്ചറിയുക, എങ്ങനെ വേണം, എങ്ങനെ ജീവിക്കണം, നമുക്ക് വേണ്ടാത്തതിനെ തള്ളിക്കളയുക, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒന്നിലും പ്രതീക്ഷ അർപ്പിക്കാതെ, ഒന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരൻ മാത്രം മനസ്സർപ്പിച്ച് നമ്മുടെ പ്രവൃത്തി, മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇതൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴാണ് ഈശ്വരൻ അവിടെ പ്രസാദിക്കുക, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കിട്ടുക. അപ്പോൾ അങ്ങനൊരു വിസ്ഡം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ നിരന്തരം ചെയ്യുന്ന ഇന്നർ വർക്ക്സ്, അതായത് പ്രാർത്ഥന, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ യോഗ, അങ്ങനെ നിരന്തരമായി നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയും, പ്രാർത്ഥന മാത്രമല്ല പ്രവൃത്തിയും, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. അപ്പം കർമ്മത്തിൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്, കർമ്മഫലത്തിൽ അധികാരമില്ല. പക്ഷേ കേവലം അർത്ഥരായ നമ്മൾ കർമ്മഫലം ആഗ്രഹിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഈ സ്പിരിച്വൽ വിസ്ഡം കിട്ടിയവർ ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയും അവർ ആ ഒരു മാർഗത്തിൽ അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. അപ്പം അങ്ങനെ മാറിയവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മം മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക, ഭഗവാനിൽ മനസ്സർപ്പിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച്
അവിടുന്ന് എന്താണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് തരുന്നതെല്ലാം എന്താ പറയുക സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ ഒരു ഇതിൽ നിങ്ങൾ ജീവിക്കാൻ പ്രാപ്തരായി എന്നാണ്, അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്നാണ്. അപ്പം നല്ല ശാന്തതയോടെ മനസ്സ് ശാന്തമായി വെക്കാനും എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാനും ഏതൊരു പ്രശ്നം വന്നാലും അതിനെ സമാധാനത്തോടെ ഫേസ് ചെയ്യാനും അതിനൊക്കെയുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഭഗവാൻ കണ്ടെത്തി തരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭഗവാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമെന്നാണ്. നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ റിവാർഡ് അവിടുന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുമെന്നാണ്. നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പം ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി ഫസ്റ്റ് 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതൊരു വിക്ടറിയുടെ കാർഡാണ്, സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പലർക്കും ഒരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ടാകും. അവിടെ നിന്നായിരിക്കും അവർ പക്ഷേ നിങ്ങളെ അവമാനിച്ചതും നിരുത്സാഹപ്പെടുത്തിയതും ഒരുപാട് അവഗണനയും വേദനയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും നിങ്ങൾ പലർക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ നശിച്ചു പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് വരാൻ പോവുകയാണെന്നാണ്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കൊണ്ടുതരും. അപ്പോൾ ഈ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുണ്ട് നിങ്ങൾ പലരും. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. അനുഭവം, എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ. അപ്പോൾ നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. ഇനി അല്ലെങ്കിൽ ആ പാതയിലേക്ക്, ആ ഒരു മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തണമെന്നാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലുള്ള അബണ്ടൻസും വരുള്ളൂ, എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആരുടെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. എല്ലാ സന്മാർഗത്തിലൂടെ നടക്കുന്ന ആൾക്കാരുടെ എനർജി മാത്രമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം യൂണിവേഴ്സ് തരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു മനസ്സിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ തന്നെ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പോൾ അത് ഈശ്വരൻ യൂണിവേഴ്സിന് സമർപ്പിക്കുക. ആ ഒരു രീതിയിൽ മനസ്സ് ബാലൻസ് ചെയ്ത് പോവുക. ആ ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് പരിശ്രമം വേണം. ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വെറുതെ ഇമോഷണലി അഡിക്റ്റ് ആയതുകൊണ്ട് കരഞ്ഞ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക പല രീതിയിലുള്ള രോഗങ്ങൾ വന്ന് വിടും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഹെൽത്ത് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും, ഹെൽത്ത് വീക്കാവും, അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. എന്നാൽ അത് മാത്രമല്ല ഒരു തരത്തിലുള്ള ബ്ലെസ്സിങ്സും അല്ല അബണ്ടൻസും ജീവിതത്തിലേക്ക് വരികയില്ല. അപ്പം ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തിരിച്ചറിവിലൂടെ ഈശ്വരാർപ്പണമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്താത്തവർ, ഇങ്ങനെ അവസ്ഥയിലൂടെ പോകുന്നവർ, ജീവിത പരാജയങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്നവർ, നിങ്ങളെ ആ രീതിയിലേക്ക് എത്തിക്കുക എന്നതാണ് യൂണിവേഴ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും പരീക്ഷണങ്ങൾ ഒരുപക്ഷെ തന്നുകൊണ്ടിരിക്കും. ആ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് തരുന്നതാണെന്ന് മാത്രം ചിന്തിക്കുക, അതിനെ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക. എല്ലാത്തിനും ഒരു ഇമോഷൻസിന് അഡിക്റ്റ് ആകാതിരിക്കുക, കൺട്രോൾ ചെയ്ത് പോവുക, ബാലൻസ് കീപ്പ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം, ലൈഫും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ്. ലൈഫിൽ വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഒക്കെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് തന്നെ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അതിനെ അടക്കി നിർത്താൻ പാടുപെട്ടിട്ടുണ്ടാവാം. മനസ്സ് ആഗ്രഹമുണ്ടെങ്കിലും മനസ്സ് പതറിപ്പോകുന്ന സന്ദർഭങ്ങളായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുക്തരാവണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ളതല്ല,
നമുക്ക് സമാധാനവും സന്തോഷവും, റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുക, അതിലൂടെ സന്തോഷവും സമാധാനം കണ്ടെത്തുക. നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ആ രീതി ഇപ്പം വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. വിജയിക്കുമ്പോഴും എപ്പോഴും നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് താഴ്ന്നു തന്നെ നിൽക്കുക, എപ്പോഴും വിനയമുള്ളവരാകുക. തരുന്ന അബണ്ടൻസിനും ബ്ലെസ്സിങ്സിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും ഒക്കെ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളെ ഈ നിലയിലേക്ക്, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക്, അത് എൻ്റെ നന്മയ്ക്കാണ്, എല്ലാം എന്നിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് യൂണിവേഴ്സ് തരുന്ന പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയും, ഞാനിതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. കൂടെയുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുക, സഹകരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിലേക്കൊക്കെ നിങ്ങളെ എത്തിച്ച യൂണിവേഴ്സിന് ഓരോ നിമിഷവും നിങ്ങൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ താങ്ക്സ് പറയുന്നതിന്, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നതിന് ഒരുപാട് റിസൾട്ട് കിട്ടും. തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പലതും, നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളുണ്ടായിരുന്ന തമാശ ആയിക്കോട്ടെ, ചിരി ആയിക്കോട്ടെ, എന്താ പറയുക, വിശ്വാസമായിക്കോട്ടെ, ഈശ്വരനുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ ഉയർത്തു വന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്കത് വേണ്ട, ശരിയാവില്ല തോന്നുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് പക്ഷേ നിങ്ങളുടെ നന്മയ്ക്കായിരിക്കുമെന്നാണ്. യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്ന കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മനസ്സോടെ അല്ലെങ്കിലും അത് സ്വീകരിക്കേണ്ടി വരുമെന്നാണ്. നിങ്ങൾ പലർക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരാം. വീണ്ടും വീണ്ടും വേദനിക്കാനാണോ, അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്, അല്ലെങ്കിൽ ഇത്രയും കിട്ടിയിട്ടും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇനി എനിക്ക് ഇത് വേണ്ട, അതൊരു ജോലിയായിരിക്കാം, റിലേഷൻഷിപ്പായിരിക്കാം, അത് എന്ത് കാര്യമാവാം, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് തീരുമാനിക്കുന്നത് എന്താണോ അത് യൂണിവേഴ്സായിട്ട് തന്നെ നടപ്പാക്കിയിരിക്കും. നമുക്കെന്താണ് വേണ്ടത് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിച്ച വഴിയെ ഒരു കാര്യങ്ങളും പോവില്ല. ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ ഇതും യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരിക്കാം എന്ന് കരുതി നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് തരുന്നത് എന്താണോ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അത് നമ്മുടെ സോളിന് എന്താണ് വേണ്ടതെന്ന് യൂണിവേഴ്സിനെ അറിയും. അപ്പോൾ അതിനനുസരിച്ചാണ് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങൾ നീക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുത്തരും. സ്റ്റാർ കാർഡ് പറയുന്നതാണ് ഹോപ്പാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കലാപരമായിട്ടൊക്കെ ഒരുപാട് ഉയരണമെന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റിയൊക്കെ നഷ്ടമായിട്ടുണ്ടാവാം. അത് ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൽ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം, നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോകുന്നതാണ്. നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആ ആഗ്രഹം വിഷ് കം ട്രൂ ആണ്. ഓക്കെ, അതാണ് 9 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ ജഡ്ജ്മെൻറ്റും അത് തന്നെയാണ്. ജഡ്ജ്മെൻറ്റാണ് ബോട്ടം കാർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി, അത് പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു. ഉറക്കം വരെ സ്ട്രെസ്സും ഫിയറും ഒക്കെ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ചിലർക്കൊക്കെ പശ്ചാത്താപമുണ്ട്, ചെയ്തു പോയ തെറ്റോർത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ചുള്ള സങ്കടം, അങ്ങനെ പല രീതിയിലുള്ള ഒരു സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോയവർക്കൊക്കെ എല്ലാം സക്സസ്സാണ് വരാൻ പോകുന്നത്. ഇവിടെ 6 ഓഫ് വാൺസും 9 ഓഫ് കപ്സിൻ്റെയൊക്കെ എനർജി. അതുപോലെ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ല എന്ത് ചെയ്താലാണ് ശരിയാവുക, അങ്ങനെ പല രീതിയിലുള്ള കൺഫ്യൂഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സ് തരാൻ പോകുന്നതാണ്. ശാന്തിയും സമാധാനവും അബണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് തന്നെ വില കൽപ്പിക്കുക. നിങ്ങൾ അത്രയും വാല്യൂബിളാണ്. യൂണിവേഴ്സിന് മുമ്പിൽ നിങ്ങൾ അത്രയും വാല്യൂബിളാണ്. നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ യൂണിവേഴ്സ് വിചാരിച്ച രീതിയിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് തരുന്ന പരീക്ഷണങ്ങളാണിതെല്ലാം.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നല്ല കോൺഫിഡൻസോട് കൂടി പോസിറ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ ഒരു റീബർത്ത് തന്നെ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വരുമെന്നാണ്. അതാണ് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾക്ക് കിട്ടും. അതാണ് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആ അംഗീകാരം വേണ്ടത്, ആ അംഗീകാരം നിങ്ങളെ തേടി എത്തിയിരിക്കുമെന്നാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും നിങ്ങൾ മറന്നേക്കുക. ഈശ്വരനെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ വിസ്ഡം കിട്ടിയവർ ഈശ്വരനെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എല്ലാ സങ്കടവും അവിടെ മറക്കും എന്നാണ്. അത് മാത്രമാണ് സത്യം. മറ്റെല്ലാ സുഖങ്ങളും നൈമിഷികമാണ്, ഒന്നും ശാശ്വതമല്ല. ഈശ്വരനോടുള്ള സ്നേഹവും ഭക്തിയും അതാണ് ശാശ്വതമായതും നമുക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ബ്ലെസ്സിങ്സും അബണ്ടൻസും തരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആയിരിക്കില്ല, ഈശ്വരൻ എന്താണ് തീരുമാനിക്കുക, ആ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഏത് ഇമോഷനെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ കഴിവിനെ ഇനിയും കൂടുതൽ ഇന്നർ വർക്ക്സുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് നിങ്ങളെ പിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഒരു സാഹചര്യത്തിനും കഴിയില്ല, ഒരു വേദനകൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. എല്ലാ വേദനകളും നിങ്ങളെങ്കിലും സമചിത്തതയോടെ ഫേസ് ചെയ്യാൻ കഴിയും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താ തരുന്നത് നോക്കാം. opportunity, receptive. ഓക്കെ, ഫസ്റ്റ് കിട്ടിയേക്കുന്നതാണ് ലെറ്റ് ഗോയാണ്. അപ്പോൾ നിങ്ങളുടെ വറീസിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, അതിനെ വിട്ടുകൊടുക്കുക, ഏഞ്ചൽസിന് വിട്ടുകൊടുക്കാനാണ്. ബാക്കി കാര്യങ്ങൾ ഏഞ്ചൽസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വിഷനെ മാത്രം ലക്ഷ്യമാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക, ഏഞ്ചൽസ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നാണ്. അടുത്ത് തന്നെ കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ആ ഒരു എല്ലാ വറീസിനെയും ലെറ്റ് ഗോ ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കി വെച്ച് നല്ല ക്രിസ്റ്റൽ പോലെ മനസ്സ് തെളിച്ച് വെക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും വരുമെന്നാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ഗ്രോത്തും വരുമെന്നാണ്. സക്സസ് ഞാൻ പറഞ്ഞല്ലോ, അബണ്ടൻസ്, എല്ലാ രീതിയിലുള്ള അബണ്ടൻസ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ പ്രധാനം. അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനൊക്കെ റിലീസ് ചെയ്യുക. എല്ലാം യൂണിവേഴ്സിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്ന ചിലപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനായിരിക്കാം, അല്ല വീട് വാങ്ങാനായിരിക്കാം, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനായിരിക്കാം, കടം തീർക്കാനുണ്ടെങ്കിൽ അതിനായിരിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ജോലി കിട്ടാൻ അന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യതയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് വരുമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സ് ഫ്രീ ആക്കി വെച്ച് നല്ല രീതിയിൽ ഇന്നർ വർക്ക്സൊക്കെ ചെയ്ത് എല്ലാം യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വരുമെന്നാണ് ഇവിടെ സ്പിരിച്വൽ വിസ്ഡം കിട്ടിയവർക്കുള്ള മെസ്സേജസ് ആണ് ഇതൊക്കെ. ഓക്കെ, എല്ലാ ചലഞ്ചസിനെയും നിങ്ങൾ ധൈര്യമായിട്ട് ഓവർകം ചെയ്യുക, ഫേസ് ചെയ്യുക. എല്ലാ പവറും നിങ്ങൾക്കുണ്ടെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ പവറിൽ തന്നെ നിൽക്കുക. കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാത്തിനും ഒരു ഹാപ്പി എൻഡിങ്സ് ഉണ്ടാകുമെന്നാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്, ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. ഓക്കെ ഡിയേഴ്സ്, റീഡിങ് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.